إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا. وما أرسلناك إلا مبشرا ونذيرا. قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الرحمن فاسأل به خبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 55-ാമത്തെ ആയത്ത് മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ഈ ആയത്തിൽ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മാത്രമേ ആരാധനയ്ക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട ഏകശക്തി അവനേയുള്ളൂ. മറ്റുള്ളതൊക്കെ മിഥ്യാദൈവങ്ങളാണ്, യഥാർത്ഥത്തിൽ ആരാധ്യൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് കൃത്യമായി അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യവും അവൻ്റെ ഖുദ്റത്തും മറ്റുള്ള അവൻ്റെ പ്രത്യേകമായ കഴിവുകളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമുക്ക് ചുറ്റും കാണുന്ന അത്ഭുതകരങ്ങളായ ഒട്ടേറെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചൊക്കെ എടുത്തു പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയണേ, എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ആരാധിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാനോ അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം തട്ടി നീക്കുവാനോ കഴിയാത്ത ആളുകളെയും വസ്തുക്കളെയും ശക്തികളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ച് പൂജിച്ച് ആരാധനകൾ അവർക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ. അവരെ അല്ലാഹു തആല അവരെ കുറിച്ചാണ് പറയുന്നത്. വയഅ്ബുദൂന അവർ ആരാധിക്കുന്നു. അബദ യഅ്ബുദു, അവർ ആരാധിക്കുന്നു. വയഅ്ബുദൂന അവർ ആരാധിക്കുന്നു. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമേ അവർ ആരാധിക്കുന്നു. ആരെയാണ് ആരാധിക്കുന്നത്? മാ ലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാത്തതിനെ. അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ ഈ ആരാധ്യർക്ക് കഴിയൂല. നിസ്സഹായരാണവര്, അവർക്കതിന് കഴിവില്ല, ദുർബലരാണവര്. അങ്ങനെയുള്ളവരെയാണ് അവർ ആരാധിക്കുന്നത്. മാത്രമല്ല വലാ യദുർറുഹും, അവർക്ക് ഉപദ്രവവും ചെയ്യാത്ത, ആരാധിച്ചാൽ ഉപകാരം ചെയ്യാത്ത, ഇനി ആരാധന ഉപേക്ഷിച്ചാലോ വല്ല ഉപദ്രവവും അവർ ചെയ്യുമോ അതിനൊന്നും കഴിവില്ലാത്തവരെയാണ് ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ആരാധ്യനാവണമെങ്കിൽ ആരാധന ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിവുണ്ടാകണം. അതിവിടെ പ്രപഞ്ചത്തിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇനി ആരാധന നമ്മൾ ഒഴിവാക്കി അഹങ്കരിച്ച് നടന്നാൽ നമ്മെ ശിക്ഷിക്കാനും ഉപദ്രവം വരുത്താനും സാധിക്കണം. അതിന് കഴിവുള്ളവനും അല്ലാഹ് മാത്രമേ ഉള്ളൂ. വേറെ ഈ പ്രപഞ്ചത്തിൽ അതിന് കഴിവുള്ള ആരും തന്നെയില്ല, ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അത് വളരെ കൃത്യമാണ്. എന്നിട്ട് അതൊക്കെ മനസ്സിലായിട്ടും ഇവരെന്ത് ചെയ്യാണ്? ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ എന്തിനേയും ഇവർ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന് പുറമെ പലതിനെയും ഇവർ ആരാധിക്കുകയാണ്. ഇതാണ് ഇപ്പൊ അവരുടെ ഒരു അവസ്ഥ. മാത്രമല്ല അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറാ. വകാനൽ കാഫിറു, അവിശ്വാസി ആയിരിക്കുന്നു. ഈ അവിശ്വാസികളുടെ സ്ഥിതി ഇപ്പൊ എന്താ ആയിട്ടുള്ളത്? അലാ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ മേൽ അഥവാ തന്റെ രക്ഷിതാവിനെതിരിൽ ലഹീറ, അവര് പിന്തുണ നൽകുകയാണ്. രക്ഷിതാവായ അള്ളാഹുവിന് എതിരിലാണ് ഇപ്പൊ അവരുടെ ഓരോ സഹായങ്ങളും. അള്ളാഹുവിന് എതിരിലാണ് അവരുടെ സഹായങ്ങളും പിന്തുണയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഇതാണിപ്പോ ആയത്തിന്റെ ഒരു നേർക്കുനേരെയുള്ള പരിഭാഷ. ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. എന്താണ് ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ, വ്യക്തികളെ ഒക്കെ അവർ ആരാധിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അതിനെ കുറിച്ച് ഉടനെ തന്നെ പറഞ്ഞല്ലോ, ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയില്ല, ഉപദ്രവം ചെയ്യാനും കഴിയൂല. കാരണം പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, റബ്ബല്ലാത്തവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയൂല. മാത്രമല്ല പരലോക കോടതിയിൽ അവരതൊക്കെ നിഷേധിക്കും. ഇവിടെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ്. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞ കാര്യമാണത്. അള്ളാഹുവിന് പുറമെ ഖിയാമത്ത് നാൾ വരെയും ഒരു കാര്യമില്ല എന്നർത്ഥം. ഖിയാമത്ത് നാൾ വരെ വിളിച്ചിട്ട് കാര്യമില്ല, ഉത്തരം ചെയ്യൂല. അങ്ങനെ ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മാത്രല്ല നാളെ പരലോകത്ത് അവർക്ക് ചെയ്തിട്ടുള്ള ആരാധനകൾ ഒന്നടങ്കം ഞങ്ങളതറിയൂല അല്ലാ, ഞങ്ങളതിന് ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് അവർ അതിനെ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ ആത്യന്തികമായി അതിന് കഴിവുള്ളവൻ റഹ്മാനായ റബ്ബ് മാത്രമാണ്. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ ധാരാളം വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണത്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിസ്സഹായരായ ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുർറുഹും. മാത്രമല്ല വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറ, അവിശ്വാസിയായി തീർന്നിട്ടുണ്ട്. അലാ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മേൽ അഥവാ തന്റെ റബ്ബിനെതിരിൽ, ലഹീറ, പിന്തുണ നൽകുന്നവനായിരിക്കുകയാണ്. എന്താണ് ആ പറഞ്ഞത്? ഏതൊരു അവിശ്വാസിയും വാസ്തവത്തിൽ അവൻ ശൈത്താനിനാണ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ശൈത്താനാണ് ഇവിടെ തിന്മകൾ പ്രചരിപ്പിക്കുവാനും തിന്മയിലേക്ക് ആളുകളെ കൂട്ടുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിനെതിരിലുള്ള പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിന് ഇവിടെ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രചരിക്കുവാൻ ഇങ്ങനെ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ റബ്ബ് നിലനിർത്തും. പക്ഷേ ഓരോരുത്തർക്കും രക്ഷപ്പെടണമെങ്കിൽ അവരവർ റബ്ബിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ആ റബ്ബിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് ആവുന്നത് ചെയ്യുകയും വേണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ, നിങ്ങൾ
അള്ളാഹുവിന് കടം കൊടുക്കുവാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടില്ലേ? അള്ളാഹുവിന് പണത്തിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹുവിന് നമ്മൾ കടം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശം? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായ നിലക്ക് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തി പുണ്യം നേടുവാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്നാ അള്ളാഹുവിന്റെ ആ ചോദ്യം. അതേപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. സൂറത്ത് മുഹമ്മദിലുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. എന്താ ഇവിടെ അള്ളാഹിനെ സഹായിക്കുക? അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ അതിവിടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക തന്നെ വേണം. തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും. തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കണം. ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തണം. ആ മുഖം ഇവിടെ ഇല്ലാതെയായി തീരുവാനും അതിൽ കരിവാരിത്തേക്കുവാനും മനഃപൂർവമുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുമുണ്ട്. അവക്കിടയിലെല്ലാം ഇഅ്ലാഉ കലിമത്തില്ലാ, അള്ളാഹുവിന്റെ കലിമത്ത് ഇവിടെ ഉയർന്നു നിൽക്കണം. തെറ്റിദ്ധാരണകൾ മാറണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യണം. അതാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ സഹായിച്ചാൽ, അപ്പൊ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരാള് സ്വജീവിതത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുകയും ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുകയും ആ തൗഹീദ് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിനെ സഹായിക്കാണ്, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാണ്. അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നതോ വകാനൽ കാഫിറു, എന്നാൽ അവിശ്വാസി ആയിത്തീർന്നിരിക്കുന്നത് ഏത് വിധത്തിലാണ്? അലാ റബ്ബിഹി, തന്റെ റബ്ബിനെതിരിൽ ലഹീറ, അവൻ സഹായിയാവുകയാണ്, പിന്തുണ നൽകുകയാണ് എന്ന് പറഞ്ഞാൽ തൗഹീദിനെതിരിൽ നേർ വിപരീതമായ ശിർക്ക് പ്രവർത്തിക്കുമ്പോൾ അവര് അള്ളാഹുവിന് എതിരാണ് പ്രവർത്തിക്കുന്നത്, ബാത്തിലിനെയാണ് സഹായിക്കുന്നത്. ബാത്തിലിനെ സഹായിക്കുമ്പോ അവര് അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമൊക്കെ യുദ്ധപ്രഖ്യാപനം നടത്തലാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒക്കെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധം ചെയ്യലും അതിന് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലും പ്രവർത്തിക്കലുമൊക്കെ റബ്ബിനെതിരിലുള്ള പിന്തുണ നൽകലാണ്. അത് കടുത്ത കുറ്റമാണല്ലോ. മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ആരെയാ സഹായിക്കുന്നത്? ശൈത്താനെയാണ് പ്രീതിപ്പെടുത്തുന്നത്, ശൈത്താനെയാണ് സന്തോഷിപ്പിക്കുന്നത്. ഓരോ തെറ്റുകളും നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ കോപിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ വെറുപ്പിക്കുകയാണ്, റബ്ബിൽ നിന്ന് അകലുകയാണ്. അതല്ലല്ലോ വേണ്ടത്. ഓരോ സൽക്കർമ്മങ്ങളിലൂടെ, സത്യവിശ്വാസത്തിലൂടെ, സദാചാരങ്ങളിലൂടെ റഹ്മാനായ റബ്ബിലേക്ക് അടുത്ത് അവന്റെ തൃപ്തി നേടാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. എന്നാൽ റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന കക്ഷികൾ റബ്ബിനെതിരെ മറ്റുള്ളവരെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അല്ലാഹു തആല ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുകൊണ്ട് പറയാണ്, വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം എപ്രകാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത്, വമാ അർസൽനാക, നബിയെ നിങ്ങളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ മുബശ്ശിറ, സന്തോഷവാർത്ത അറിയിക്കുവാനല്ലാതെ. മുബശ്ശിർ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ, വ നദീറ, താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാരനും ആയിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. വളരെ കൃത്യമാണ്. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, പൂജിക്കുന്നവരുണ്ട്, റബ്ബിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആരെയും ഇതിലേക്ക് വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ നിർബന്ധിപ്പിച്ചുകൊണ്ടോ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ഒരാവശ്യവുമില്ല. നബിക്കതിന്റെ ഉത്തരവാദിത്തവുമില്ല. പ്രവാചകന്മാരൊക്കെയും നിയുക്തരായിട്ടുള്ളത് ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്, ഞങ്ങൾ പറയുന്നതനുസരിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മരണാനന്തരം സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനും, ഞങ്ങൾ പറയുന്ന വിശ്വാസത്തിന് വിരുദ്ധമായി ശിർക്കും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയി മരണപ്പെടുകയാണെങ്കിൽ
നിങ്ങൾക്ക് പാരത്രികമായ ലോകത്ത് കഠിനകഠോരമായ ശിക്ഷയുണ്ട് എന്ന താക്കീതും മുന്നറിയിപ്പും നൽകുക എന്ന ഉത്തരവാദിത്തം മാത്രമേ എല്ലാ മുർസലീങ്ങൾക്കുമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനാണ് നിയോഗിതനായത്. അതാണ് പറയുന്നത്. അല്ലാതെ ആരെയും നിർബന്ധിച്ച് മതത്തി കൂട്ടി യുദ്ധം ചെയ്ത് ഈ ദീനിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാം ദീന് വളർത്തിയിട്ടില്ല. വാള് കാണിച്ച് വളർത്തിയിട്ടില്ല. ഏതെങ്കിലും നിലക്കുള്ള അധികാരത്തിന്റെ പവർ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. മറിച്ച് വളരെ ശാന്തമായി കൃത്യമായി ഈ ആദർശം പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിച്ചാൽ സ്വർഗമുണ്ട്, ഇല്ലെങ്കിൽ നരകണ്ട്. ഏതും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭൂമിയിലാണ് മനുഷ്യരുള്ളത്. അള്ളാഹു പറയണോ, മാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. നബിയെ, സന്തോഷ വാർത്ത അറിയിക്കുവാനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ നിന്നെ നാം എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞല്ലോ, ഫദക്കിർ, നബിയെ താങ്കൾ ഉത്ബോധനം നടത്തുക. ഇന്നമാ അന്ത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, നീ അവരുടെ മേൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല. അതുകൊണ്ട് നബിയെ, നിങ്ങൾ അവരോട് കാര്യങ്ങൾ പറയാ. അവരുദ്ദേശിക്കുന്നുവെങ്കിൽ വിശ്വസിക്കട്ടെ, ഇല്ലെങ്കിൽ തള്ളിക്കളയട്ടെ. ഇതാണ്. അപ്പൊ താങ്കളെ നാം അങ്ങനെ ആ നിലക്കാണ് അയച്ചിട്ടുള്ളത്. തീർന്നില്ല. ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ശാഅ അൻ യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ. ഖുൽ, നബിയെ പറയുക, ഖുൽ പറയുക, മാ അസ്അലുകും, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. സഅല യസ്അലു, അസ്അലു ലാസ്അലു. ഖുൽ മാ അസ്അലുകും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അലൈഹി, ഇതിന്റെ പേരിൽ, അഥവാ ഈ ദീന് നിങ്ങൾക്ക് എത്തിച്ചു തരുക എന്ന എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി നിർവഹണത്തിന്റെ പേരിൽ, എൻ്റെ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. മിൻ അജിരിൻ, യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഈ ദീൻ, എൻ്റെ ദൗത്യം നിങ്ങളിൽ എത്തിക്കൽ എൻ്റെ കടമയാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർവഹിക്കുന്നതിന് ഞാൻ നിങ്ങളോട് ഭൗതികമായ എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇല്ലാ മൻ ശാഅ, ഉദ്ദേശിക്കുന്നവനൊഴികെ, ഉദ്ദേശിക്കുന്നവനൊഴികെ. എന്തുദ്ദേശിക്ക? ഐ യത്തഖിദ, സ്വീകരിക്കുവാൻ, ഉണ്ടാക്കുവാൻ, ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക്, സബീല, വല്ല മാർഗവും. ആരെങ്കിലും തൻ്റെ റബ്ബിലേക്ക് ഒരു മാർഗമുണ്ടാക്കി വെക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ചെയ്തോട്ടെ എന്നല്ലാതെ ഇതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. പ്രവാചകന്മാരൊക്കെ തന്നെയും സമൂഹത്തിലേക്ക് വന്നത് അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി കൃത്യമായിട്ട് അവർ നിർവഹിക്കാനാണ്. അതുകൊണ്ട് അവരൊന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ നബിതങ്ങളോട് അള്ളാഹ് പറയാൻ കൽപ്പിക്കണത്, ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്നാൽ ഇല്ലാമൻ ശാഅ, എന്നാൽ ചില കാര്യങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്ത്, തൻ്റെ റബ്ബിലേക്ക് അടുക്കണം, തൻ്റെ രക്ഷിതാവിലേക്ക് ഒരു മാർഗമുണ്ടാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ. എന്താണ് ആ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒന്നും ഭൗതികമായിട്ട് ആവശ്യപ്പെടുന്നില്ല. എന്നാലോ ഇസ്ലാമിൽ കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്താ? ഇപ്പൊ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് നിയമമുണ്ട് ഇസ്ലാമിൽ, സ്വദഖ ചെയ്യണം എന്ന് നിയമമുണ്ട് ഇസ്ലാമിൽ, ഹദിയകൾ ചെയ്യണം എന്ന് ഇസ്ലാമിൽ നല്ല കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കണമെന്നും അവരെ സഹായിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിലുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ ചെലവഴിക്കേണ്ടത് അതൊന്നും എനിക്കല്ല, അതൊക്കെ നിയമം വെച്ചത് എനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല. നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അഥവാ രക്ഷിതാവിങ്കലേക്ക് നല്ല ഒരു മാർഗം സ്വീകരിച്ച് അള്ളാഹുവിങ്കൽ തനിക്കൊരു മാർഗമുണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാം എന്നുള്ളതല്ലാതെ ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിൽ നിർബന്ധമായ ദാനമാണല്ലോ സക്കാത്ത് എന്ന് പറയപ്പെടുന്നത്.
ഒരു മുതലാളിക്ക് അയാൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള അഥവാ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഒരു നിശ്ചിത അളവ് എത്തിക്കഴിഞ്ഞാൽ അയാളുടേതായ സമ്പത്തിൽ നിന്ന്, അത് നാണയ സമ്പത്താണെങ്കിലും നാണ്യ സമ്പത്താണെങ്കിലും കാർഷിക സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ കാലി സമ്പത്താണെങ്കിലും അഥവാ നൽകാലി മൃഗസമ്പത്താണെങ്കിലും ഏത് സമ്പത്താണെങ്കിലും ഏത് വരുമാനമാണെങ്കിലും ഒരു നിശ്ചിത തുക എത്തിക്കഴിഞ്ഞാൽ, അളവെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, അത് ഇസ്ലാം നിർണയിച്ചിട്ടുള്ള 8 വിഭാഗത്തിലേക്കല്ലാതെ പോകാൻ പാടില്ല, അത് അവർക്കുള്ള അവകാശമാണ്. സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചല്ലോ. പലപ്പോഴും നമ്മൾ ആലോചിച്ചു നോക്കൂ, ആരെങ്കിലുമൊക്കെ പിൽക്കാലത്ത് പറഞ്ഞൂടെ ആർക്കെങ്കിലും മുഹമ്മദ് സക്കാത്ത് നിശ്ചയിച്ചത് മുഹമ്മദിന് ഭൗതികമായിട്ട് നേട്ടമുണ്ടാക്കാനും സമ്പാദിക്കാനും ആയിരുന്നു എന്ന് ആരെങ്കിലും പറയാൻ ഒരു ചാൻസ് പോലും ബാക്കി കൊടുക്കാത്ത നിലക്കാണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമായ ഒരൊറ്റ കുടുംബമാണുള്ളത്. അതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം. അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് വാങ്ങിയിട്ടില്ല. സക്കാത്ത് വാങ്ങൽ അവിടുത്തേക്ക് അള്ളാഹ് ഹറാമാക്കിയതാണ്. മുഹമ്മദ് നബിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമല്ല, എന്നാ അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്ന് ഒരു വ്യക്തിക്കും പറയാൻ ഒരു ചാൻസും ബാക്കിയില്ലാത്ത നിലക്ക് അല്ലാഹു തആല പറഞ്ഞു, നബി കുടുംബത്തിന് മുഴുവനും ആ സക്കാത്ത് നിഷിദ്ധാണ്. അഹ്ലു ബൈത്തിന് സക്കാത്ത് കൊടുക്കാൻ തന്നെ പാടില്ല എന്ന്, അവർക്ക് സക്കാത്തിന്റെ മുതൽ ഹറാമാണ്. അത് ഇസ്ലാമികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ അറിയാവുന്ന സംഭവമല്ലേ. ചെറിയ കുട്ടിയായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സൂക്ഷ്മമായിട്ടാണ് ഇടപെട്ടത്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ സക്കാത്തിന്റെ കാരക്ക കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയാണ്, പൊതുമുതൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ മുട്ടിട്ട് ഇഴഞ്ഞ് നടന്ന് ചെന്നു. ആര്? മുട്ടിട്ടിങ്ങനെ ഇഴഞ്ഞ് ചെന്നു ഹസൻ എന്ന കുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത ഹസൻ എന്ന ബാലൻ, പേരക്കുട്ടി. അതിൽ നിന്നൊരു കാരക്കയെടുത്ത് ആ കുട്ടി തന്റെ വായിലിട്ട് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് കഹ് കഹ് മോനെ, അത് കക്ക്, അത് തുപ്പിക്കളയും മോനെ, തുപ്പിക്കളയും മോനെ എന്ന് പറഞ്ഞ് അവിടുത്തെ വിരലുകൾ വായിലേക്ക് കടത്തിയിട്ട് ആ കാരക്കയെടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദിന്റെ കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ നിഷിദ്ധമാണ്. നോക്കി നിങ്ങൾ. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ സാമ്പത്തികമായി ആളുകളോട് ധർമ്മം ചെയ്യാനും സക്കാത്തിന്റെ കാര്യങ്ങളും മറ്റുള്ള നിയമങ്ങളൊന്നും വെച്ചതുപോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തെങ്കിലും നേടിയെടുക്കാനല്ല. അവിടുന്നോട് പറയുകയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ, ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. ഇല്ലാ മൻ ശാ, ഉദ്ദേശിക്കുന്നവർക്കൊഴികെ. എന്ത്? അയ്യത്തഖിദ ഇലാ റബ്ബിഹി, തന്റെ റബ്ബിലേക്ക് ഒരു മാർഗം സ്വീകരിക്കുവാൻ. അതാണ് ഈ പറയുന്നത്, തന്റെ രക്ഷിതാവിങ്കലേക്ക് അടുക്കുവാൻ ധാരാളം സൽക്കർമ്മങ്ങളും സദഖയും സക്കാത്തും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചുകൊണ്ട് ആരെങ്കിലും റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതവർ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതല്ലാതെ അതൊന്നും എനിക്കുള്ളതല്ല, എനിക്കൊരു നേട്ടത്തിനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു തആല അവിടുത്തോട് പഠിപ്പിക്കുകയാണ്, അവിടുന്ന് അത് പ്രഖ്യാപിച്ചതാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ ആയത്തിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറൻ വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അതിനാൽ ഇനി ആരോടാ ബരമേൽപ്പിക്കേണ്ടത്? ആരെയാ ബരമേൽപ്പിക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണിശമായി നമ്മൾ പാലിക്കേണ്ടുന്ന നമ്മുടെ അഖീദയുടെ പരമപ്രധാനമായ നമ്മുടെ തൗഹീദിന്റെ ഒരു ഭാഗമാണ് തവക്കുൽ. അല്ലാഹു പറയുന്നത് എന്താ? വതവക്കൽ, വതവക്കൽ, നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തവക്കല, ഭരമേൽപ്പിച്ചു. മുളാരിയാണ് യതവക്കലു. ഒരാളോട് നീ ഭരമേൽപ്പിക്ക് എന്നെങ്ങനെ പറയാ? തവക്കൽ, തവക്കൽ. വതവക്കൽ, നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ.
എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ മാത്രമാണ് നീ ഭരമേൽപ്പിക്കേണ്ടത്. അതായത് അല്ലദീ ലാ യമൂത്ത്, മരണപ്പെടാത്തവനായ നബിയെ, മരണപ്പെടാത്തവനായ, എന്നെന്നും ജീവനായിട്ടുള്ളവനായ, എന്നെന്നും ഒരിക്കലും മരണം ബാധിക്കാത്ത സജീവനായുള്ളവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തു കൊള്ളുക. വസബ്ബിഹ്, വസബ്ബിഹ്, അവന് കീർത്തനം ചെയ്യുകയും ചെയ്യുക. സബ്ബഹ, പുകഴ്ത്തി, പ്രകീർത്തിച്ചു എന്നൊക്കെ അർത്ഥം. മുളാരിഅ് യുസബ്ബിഹു ഖുർആനിൽ തന്നെ ധാരാളമുണ്ട്. വസബ്ബിഹ് ഖുർആനിലുണ്ട്, ഇവിടെയും വന്നു. വസബ്ബിഹ്, വസബ്ബിഹ്, നീ അവന് തസ്ബീഹ് നടത്തുക, നീ കീർത്തനം ചൊല്ലുക, കീർത്തനം ചെയ്യുക. ബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം, അവനെ സ്തുതിച്ചുകൊണ്ട് അവനെ കീർത്തനം ചെയ്യുക. വസബ്ബിഹ് ബിഹംദിഹി, മാത്രമല്ല വകഫാ ബിഹി, വകഫാ ബിഹി, അവൻ തന്നെ മതിയായവനാണ്. വകഫാ ബിഹി, അവൻ മതിയായവനാണ്. ബിദുനൂബി ഇബാദിഹി, തൻ്റെ അടിമകളുടെ പാപങ്ങളെ പറ്റി. ദൻബ് ബഹുവചനം ദുനൂബ്, തൻ്റെ അടിമകളുടെ പാപങ്ങളെ പറ്റി. ഖബീറ, സൂക്ഷ്മജ്ഞാനിയായിട്ട് അവൻ തന്നെ മതി. എന്താ ഇവിടെ പറയുന്നത്? നബിയെ, ഒരിക്കലും മരിക്കാത്തവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായവന്റെ മേൽ മാത്രം നീ ഭരമേൽപ്പിക്കുക. അവന് സ്തോത്രം ചെയ്യുക, അവനെ സ്തുതിക്കുക, അതോടൊപ്പം അവനെ കീർത്തനം ചെയ്യുകയും ചെയ്യുക. തൻ്റെ അടിയാന്മാരുടെ, തൻ്റെ അടിമകളുടെ പാപങ്ങളെ കുറിച്ച് അള്ളാഹ് കാര്യം പറഞ്ഞെടുക്കേണ്ടതില്ല, സൂക്ഷ്മനായി അവൻ തന്നെ മതി എന്നാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തവക്കുല്. തവക്കുൽ ചെയ്യേണ്ടത് ആരില്ല? അള്ളാഹുവിൽ. പരിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തിൽ, ഇവിടെ ഏത് വിഷയത്തിലും റബ്ബിലാണ് നമ്മൾ അവസാനം തവക്കുൽ ചെയ്യേണ്ടത്. ഇത് ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ്, ഐ ഫി ഉമൂരിക കുല്ലിഹ, നിന്റെ എല്ലാ കാര്യങ്ങളിലും കുൻ മുതവക്കിലൻ അലല്ലാഹിൽ ഹയ്യ് അല്ലദീ ലാ യമൂതു അബദാ, എല്ലാ വിഷയങ്ങളിലും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ നീ തവക്കുലാക്കിക്കോ. അവനൊരിക്കലും മരണമില്ല, അവനൊരിക്കലും മരണമില്ല. ഏകനായ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കാനായി ഇസ്ലാം പറയുന്നത്. ഖുർആനിൽ എത്ര സ്ഥലത്താ സഹോദരങ്ങളെ, വഅലല്ലാഹി തവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. കണ്ടോ, സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്തിൽ കാണാം, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ മേൽ മാത്രം നിങ്ങൾ വരമേൽപ്പിക്കുകയും. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? വഖാല മൂസാ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ. വളരെ ശ്രദ്ധിക്കേണ്ട ആയത്താണത്. എന്താണ് ആയത്തിന്റെ പ്രത്യേകത? മൂസാ നബി തന്റെ ജനങ്ങളോട് പറയണേ, എന്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാ, നിങ്ങൾക്ക് അള്ളാഹുവിൽ ഈമാൻ ഉണ്ടോ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ എങ്കിൽ ഫഅലൈഹി തവക്കലു, അവന്റെ മേൽ മാത്രം നിങ്ങൾ വരമേൽപ്പിക്കുവീൻ. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുമാണെങ്കിൽ. കേട്ടോ, അപ്പൊ ഇസ്ലാമും ഈമാനും, ഒരാൾ മുസ്ലിമാണോ ഒരാൾ മുഅ്മിനാണോ, അയാളുടെ ഐഡന്റിറ്റി എന്താണ്? അവൻ അള്ളാഹുവിൽ മാത്രമേ തവക്കുലാക്കുള്ളൂ, വേറെ ഒരാളിലും അവൻ തവക്കുലാക്കൂല. റബ്ബിൽ മാത്രമാണ് തവക്കുലാക്കേണ്ടത്. കാരണം അള്ളാഹു എനിക്കുണ്ട്, അള്ളാഹ് എന്നെ സഹായിക്കും, അത് ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇതിനെ പേടിക്കുന്നത്. സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ ആര് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ തന്നെ അവന് മതി. എന്താ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദീനീ കാര്യങ്ങളുണ്ട്, ദുന്യവി കാര്യങ്ങളുണ്ട്, ആഖിറത്തിന്റെ കാര്യങ്ങളുണ്ട്. ഓരോന്നിലും നമുക്ക്, ഏത് വിഷയത്തിലും നമുക്ക് അവസാന അവലംബമായിട്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം അവലംബിക്കലാണ് തവക്കുൽ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കല അല്ല, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കണം.
തവക്കുലിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അള്ളാഹിനെ ഏൽപ്പിക്കലാണ്, അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. ആ അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമുക്കിവിടെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നു. അതോടൊപ്പം നമുക്ക് സഹായിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് ജോലി തന്ന ആളുകളുണ്ട്, ശമ്പളം തരുന്ന ആളുകളുണ്ട്, നമ്മളെ ഭരിക്കുന്ന രാജാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ മുദീറുമാരുണ്ട്, അതിൻ്റെ ഡയറക്ടർമാരുണ്ട്, മാനേജർമാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട് നമ്മുടെ മുകളിൽ. നമ്മളിപ്പോൾ അവരിലൊക്കെ തവക്കുലാക്കാൻ പറ്റുമോ? നമ്മൾ ഏത് വിഷയത്തിലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ചെയ്തു തരാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ. അതായത് സൃഷ്ടികൾക്കാർക്കും അതിലൊരു കയ്യുമില്ല, സൃഷ്ടികളുടെ കൈകളിലൂടെ നടക്കുന്ന കാര്യങ്ങളല്ല. അത്തരം വിഷയങ്ങളിൽ നമ്മൾ റബ്ബിൽ മാത്രം തന്നെ തവക്കുലാക്കാനും പറ്റുള്ളൂ. നമ്മുടെ മനസ്സും ആ റബ്ബിൽ മാത്രമേ കേന്ദ്രീകൃതമാകാൻ പറ്റുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. അത്തരം വിഷയങ്ങൾ മറ്റു വല്ലവരിലും തവക്കുലാക്കിയാൽ ഇസ്ലാം എന്നാണ് പുറത്തേക്ക് പോകും. ശിർക്കാണത്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ മനുഷ്യന്മാരുടെ കരങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് സാലറി തരുന്ന ആളുകളുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മേലുദ്യോഗസ്ഥണ്ട്. നമ്മൾ വിചാരിക്കും അയാളില്ലെങ്കിൽ ഇപ്പം എൻ്റെ കാര്യമൊന്നും നടക്കൂല, അവിടെ അയാളാണ് ഇപ്പം എൻ്റെ എല്ലാം നടത്തുന്നത്. നമ്മൾ അയാളിൽ തവക്കുലാക്കിയാലോ അത് തെറ്റായി പോകും. മറിച്ച് അദ്ദേഹം ഒരു കാരണമാണ്, അദ്ദേഹത്തിന് എന്നെ സഹായിക്കാനും അള്ള തോന്നിപ്പിക്കണം. അപ്പോഴും എൻ്റെ തവക്കുലും എൻ്റെ ഹൃദയത്തിൻ്റെ അർപ്പണമൊക്കെ ആരിലേക്ക് മാത്രമാണ്? അള്ളാഹുവിങ്കലേക്ക്. അവിടെ ഈ കാരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? തവക്കുലാക്കരുത്. തവക്കുൽ കാരണത്തിലേക്കല്ല, ആ കാരണത്തെയും കാര്യത്തെയും നിശ്ചയിച്ചവനായ അള്ളാഹുവിങ്കലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തവക്കുലാക്കേണ്ടത്. അതേ അവസരത്തിൽ ഇതൊരു കാരണമാണ്, ഈ കാരണങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നതാണ് എന്നുള്ള നിലക്ക് നമുക്ക് കാരണങ്ങളെ സമീപിക്കാം. പക്ഷേ അതിലേക്ക് നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കരുത്. അതാണ് എല്ലാം നമുക്ക് നേടിത്തരുന്നത്. അതില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആകെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ബേജാറാകരുത്. അള്ളാഹുവാണ് എല്ലാം തരുന്നവൻ, അള്ളാഹുവാണ് മുടക്കുന്നവനും നൽകുന്നവനും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. റബ്ബേ, നീ തടഞ്ഞത് തരാനാരുമില്ല, നീ തരാൻ വിചാരിച്ചത് തടയാനും ഒരാൾക്കുമില്ല. ഇതല്ലേ കൃത്യമായ നമ്മുടെ വിശ്വാസം. ഈ തവക്കുലാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്നാലോ ഇന്ന് റബ്ബിൽ മാത്രം തവക്കുലാക്കേണ്ടുന്ന, അവനെ കൊണ്ട് മാത്രം ചെയ്തു തരാൻ കഴിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഖിറത്തിൽ അങ്ങൊന്നല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല, അതുകൊണ്ട് അങ്ങല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ബുറുദ എന്ന് പറഞ്ഞിട്ടൊരു ബൈത്തി നമ്മളെ നാട്ടിലൊക്കെ ആളുകൾ നടക്കുന്നുണ്ട്. ബുറുദ ആസ്വാദനം എന്നാ പറയാ. ബുറുദ ചൊല്ലലായിരുന്നു പണ്ട്, ബുറുദ ബൈത്ത് ചൊല്ല. ഇപ്പൊ ബുറുദ ബൈത്ത് ചൊല്ലലല്ല, ബുറുദ ആസ്വദിക്കുകയാണ്. പല ട്യൂണിൽ ഇങ്ങനെ ബുറുദ ചൊല്ലി അങ്ങനെ അതിലേക്ക് ജനങ്ങളങ്ങനെ ആകർഷിപ്പിച്ച്. എന്താ ബുറുദ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ അതിലുണ്ട്. യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. വ്യാപകമായ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന നേരത്ത്, ഓ നബിയേ, സൃഷ്ടികളിൽ ഏറ്റവും ഉദാരനായ നബിയേ, അങ്ങയോടല്ലാതെ ഞങ്ങൾ ആരിലാണ് അഭയം തേടാൻ ഞങ്ങൾക്കുള്ളത്? കണ്ടോ, നബിയിൽ തവക്കുലാക്കുക. പരലോക രക്ഷ നബിതങ്ങളാ നൽകേണ്ടത്, വേറെ ആരോടും ഞങ്ങൾക്ക് രക്ഷ തേടാനില്ല. അതുകൊണ്ട് നബിയെ, അങ്ങയോട് രക്ഷ തേടുന്നു എന്നാണ് അതിൻ്റെ വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, പിൽക്കാലത്ത് ലോകത്ത് ഏത് ആളുകൾ ആര് മൗലൂദ് ഉണ്ടാക്കിയാലും ആ രൂപത്തിലുള്ള മദ്ഹ് ഗാനങ്ങളാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയാലും ഒക്കെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഓമാനൂർ, കൊണ്ടോട്ടിക്കടുത്ത് ഓമാനൂർ എന്ന പേരിലൊരു സ്ഥലമുണ്ട്. അവിടെ ഷഹീദുകളായ ആളുകളെന്ന് പറയപ്പെടുന്ന ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് ആളുകൾ തേടുന്നുണ്ട്. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസൂനാ ഇദസ്തദ്ദത് അലൈനാ കറാഇബു ലൈസ ഫീഹാ മൻ യഖീനാ. ഓ ശുഹദാക്കളെ, ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് എന്തിനാണ്?
സഹായം തേടിക്കൊണ്ടാണ്, നിങ്ങളോട് സഹായം തേടാനാണ് ഞങ്ങൾ വന്നത്. കാരണം ഞങ്ങൾക്ക് ആപത്ത് ബാധിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. കണ്ടോ, മരണപ്പെട്ടവരിൽ തവക്കുലാക്കുന്ന രീതി പാടില്ല. അള്ളാഹു പറയുന്നത്, ഒരിക്കലും മരിക്കാത്തവനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിന്റെ മേലാണ് നീ തവക്കുലാക്കേണ്ടത്. മാത്രമല്ല, വസബ്ബിഹ് ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് നീ അവനെ വാഴ്ത്തുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹനെ സ്തുതിക്കുന്നതോടൊപ്പമുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലേ? അവനെ സ്തുതിക്കുന്നുമുണ്ട്, വാഴ്ത്തുന്നുമുണ്ട്. ധാരാളം തവണ നമ്മൾ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണത്. നമ്മുടെ റുകൂഉകളിൽ ചൊല്ലുന്നുണ്ട്, സുജൂദിൽ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പ്രഭാത പ്രാർത്ഥനകളിലുണ്ട്, പ്രദോഷ പ്രാർത്ഥനകളിലുണ്ട്, പല ഘട്ടങ്ങളിലുമുണ്ടല്ലോ. അപ്പോ അത് നിർവഹിക്കുക. തസ്ബീഹിനൊക്കെ വലിയ പുണ്യുണ്ട്. അള്ളാഹുവിൻ്റെ മീസാനിൽ നാളെ പരലോകത്ത് നമ്മുടെ കർമ്മരേഖ തൂക്കം തൂങ്ങുന്നതിൽ പരമപ്രധാനമായ ദിക്റാണ് സുബ്ഹാനല്ലാഹൊക്കെ എന്നുള്ളത് മറന്നു പോകരുത്. തീർന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? വകഫാ ബിഹി, അല്ലാഹ് തന്നെ മതി, ബിദുനൂബി ഇബാദിഹി, അവന്റെ അടിമകളുടെ പാപങ്ങളെക്കുറിച്ച് ഖബീറ, സൂക്ഷ്മമായി അറിയുന്നവൻ. ഇവിടെ ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മമായിട്ട് അറിയും അള്ളാഹുവിന്. അതോടൊപ്പം അവന്റെ അടിമകളുടെ ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും കൃത്യമായി റബ്ബിനറിയാം. അതുകൊണ്ട് ഓരോരുത്തരെ പറ്റിയും വേണ്ടുന്ന നടപടികൾ എപ്പോഴൊക്കെ വേണ്ട സമയത്ത് എടുക്കുവാൻ ആരുടെയെങ്കിലും തെളിവോ സഹായമോ മധ്യസ്ഥമോ ഇടപെടലോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല. കൃത്യമായിട്ട് അവൻ അറിയാം, അവൻ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നുള്ള കൃത്യമായ ഒരു വാണിംഗ്, ഒരു താക്കീത് കൂടി സഹോദരങ്ങളെ ഇതിലടങ്ങിയിട്ടുണ്ട്. ആകയാൽ കൃത്യമായ റഹ്മാനായ റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തെ നമ്മൾ മുറുകെ പിടിക്കുക. തുടർന്നു കൊണ്ടുവരുന്ന വചനങ്ങളിലും അള്ളാഹുവിൽ മാത്രമേ തവക്കുലാക്കാവൂ എന്നുള്ളതിനുള്ള തെളിവുകൾ തന്നെയാണ്, അവൻ്റെ കഴിവുകൾ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം. റഹ്മാനായ റബ്ബ് നന്മകൾ അറിയുവാനും ആ നന്മകൾ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള സർവ്വ തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.